ഇന്ന് ഓവറോൾ നെഗറ്റീവ് മാർക്കറ്റ് ആയിരുന്നു. സോ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ബിലോ 24,000, 23,946 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ മിക്സഡ് ഗ്ലോബൽ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ മിക്സഡ് ഗ്ലോബൽ ക്യൂസ് ആയിരുന്നു. സോ ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് സെന്റിമെന്റ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ടാറ്റ കെമിക്കൽസിൽ മാത്രമാണ്. REC ലിമിറ്റഡ് പറഞ്ഞിരുന്നു. REC ലിമിറ്റഡിൽ ഒരു സൈഡ് വേസ് മൊമെന്റം ആയിരുന്നു കാണാൻ സാധിച്ചത്. നമ്മൾ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. 368 ആൻഡ് 360 രണ്ട് ലെവലും ബ്രേക്ക് ചെയ്തിട്ടില്ല. REC ലിമിറ്റഡ്. കൊട്ടാക് ബാങ്ക് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിലാണ്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കൊട്ടാക് ബാങ്കിൽ. നമ്മുടെ ലെവലിന് താഴെയാണ്. 407 ആയിരുന്നു സെല്ലിംഗ് ലെവൽ. സോ അതിന് താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊട്ടാക് ബാങ്ക്. ടാറ്റ കെമിൽ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. ഓപ്പണിംഗ് ക്യാൻഡിലിൽ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. ഇതാണ് ആദ്യത്തെ ക്യാൻഡിൽ 950. സോ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. 742 ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു ഫോളോ ടാറ്റ കെമിക്കൽസിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് രണ്ട് സ്റ്റോക്കിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഗോദ്രേജ്, CP ആൻഡ് DLF. സോ DLF നമ്മുടെ ബൈയിങ് ലെവലാണ് ഇനിഷ്യലി ബ്രേക്ക് ചെയ്തത്. ബൈയിങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ 623 ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ ഈ ഒരു ക്യാൻഡിൽ. സോ ഈ ഒരു ക്യാൻഡിൽ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. ഹൈ പോയത് 628.60. സോ ടാർഗറ്റ് 629 വരെയാണ് എക്സ്പെക്ട് ചെയ്തത്. ലേറ്റർ ഓൺ നമ്മുടെ സെല്ലിംഗ് ലെവലും ബ്രേക്ക് ചെയ്യേണ്ടായി DLF. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓവർവ്യൂ നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് പെർഫോമർ ഗെറ്റിംഗ് എക്സ്പെൻസീവ്. സോ മൊമെന്റം സ്ക്രീനർ അതേപോലെ മൊമെന്റം പ്ലേ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും സ്ട്രോങ് പെർഫോമർ ആണ്. പെഗ് റേഷ്യോ ലോ ആണ്. ന്യൂ 52 വീക്ക് ഹൈ എന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ മൊമെന്റം സ്കോർ ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് 1 വീക്ക് ആൻഡ് 1 മന്ത്. ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇൻക്രീസിങ് പ്രോഫിറ്റ്സ് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 2 quarters. കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട്. റീസെന്റ് ഈ ഒരു സ്റ്റോക്ക് ഗെയിൻ ചെയ്തിരിക്കുന്നത് മോർ ദാൻ 20%. ടോപ്പ് ഗെയിനേഴ്സ് അതേപോലെ ഹൈ വോളിയം ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. ഇതിന്റെ DVM സ്കോറിലേക്ക് പോകാം. DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ ആണ്. മൊമെന്റം ക്ലിയർലി ബുള്ളിഷ്. സ്റ്റോക്കിന്റെ പേര് ഇൻസ്വിഫ്റ്റ് ലബോറട്ടറീസ് ലിമിറ്റഡ്. സോ ഇൻഡസ്ട്രി വരുന്നത് ഫാർമ സെക്ടറിൽ വരുന്ന കമ്പനിയാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 205. ഹ്യൂജ് വോളിയം ആയിരുന്നു. 2 മില്യൺ വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. ഇൻസ്വിഫ്റ്റ് ഫാർമ. ഇൻസ്വിഫ്റ്റ് ലബോറട്ടറീസ് പ്രീവിയസ് ലെവൽസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത്. സോ ഒരു 180 റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഒരു 52 വീക്ക് ഹൈ ലെവൽ അത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം ഗ്രാജുവലി ഇൻക്രീസ് ആവുന്നുണ്ട്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 180 താഴെയായിരിക്കും നമ്മുടെ SL വരുന്നത്. ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് SL. ടാർഗറ്റ് സിംഗിൾ ടാർഗറ്റ് ആണ് 230 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻസ്വിഫ്റ്റ് ലബോറട്ടറീസ് ലിമിറ്റഡിൽ. സോ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. സോ ഓയിലും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. സോ ലേറ്റർ ഓൺ ലാസ്റ്റ് 2-3 ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കും ഈ ഒരു ലെവലിൽ നിന്ന്. സോ എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ, ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് ലെവലിലാണ് ആസ് ഓഫ് നൗ ഒരു സ്റ്റോക്ക് ഉള്ളത്. സോ 415 ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കും. 415 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് എൻട്രി. 4 പോയിന്റ് ടാർഗറ്റ് 419 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 410 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓയിലിൽ. LIC ഓഫ് ഇന്ത്യ, LICI. സോ LIC ഇന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് ഡൗണിലാണ്. സോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിന് ശേഷം ഒരു റിക്കവറി ഉണ്ടായിരുന്നു LICയിൽ. സോ 433 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് എൻട്രി.
ടാർഗറ്റ് ആയിട്ട് 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 428 ആണ്. 428 ബ്രേക്ക് ആണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നെക്സ്റ്റ് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് ലിമിറ്റഡ്. HDFC ബാങ്ക് ഓവറോൾ ഈ ഒരു ഫോർമേഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 800 ബ്രേക്ക് ചെയ്താൽ 808 വരെ, 800 ബ്രേക്ക് ചെയ്താൽ ഒരു 8 പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 793 ആയിരിക്കും. 793 ബ്രേക്ക് ചെയ്താൽ 8 പോയിന്റ്സ്, 8 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും HDFC ബാങ്കിൽ. റാംകോ സിമെന്റ്. റാംകോ സിമെന്റ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ 1%. സോ ഓവറോൾ ഒരു ഫ്ലാഗ് ഫോർമേഷൻ ആണ്. വോളിയം നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആവുന്നുണ്ട്, ബയേഴ്സ് വോളിയം. സോ 937.2 ആയിരിക്കും ബൈയിങ് ലെവൽ. ടാർഗറ്റ് ആയിട്ട് 8 പോയിന്റ്സ്, 8 to 9 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 920 ബ്രേക്ക് ചെയ്ത് 912 വരെ ആയിരിക്കും ടാർഗറ്റ് റാംകോ സിമെന്റ്സ്. ഇൻട്രാഡേ പിക്കിൽ ലാസ്റ്റ് വൺ സൈഡസ് ലൈഫ് സയൻസ്. സൈഡസ് ലൈഫ് സയൻസ് എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാം. സോ ഓൾമോസ്റ്റ് 6 ടൈംസ് ഈ ഒരു ലെവൽ സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സൈഡസ് ലൈഫിൽ. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1126.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി, 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 1118 ആണ്. 1118 ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സൈഡസ് ലൈഫിൽ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.